വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇത്രയും നാൾ കാത്തിരിക്കുന്ന ശേഷം നമ്മൾ ഇന്ന് വീണ്ടും മൈൻക്രാഫ്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് കുറെ നാളുകൾക്ക് ശേഷം മൈൻക്രാഫ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്പേസ് ഇല്ല പറഞ്ഞിട്ട് ഞങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതാണ് ഇത്രയും നാളായിട്ട് മൈൻക്രാഫ്റ്റ് ഒന്നും വരാത്ത ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റില് ഒരു ക്രിയേറ്റീവിൽ നമ്മളൊരു ബിഗ് ഒരു ഐറ്റം ബിൽഡ് ചെയ്യാൻ പോവാണ്. ദ ഡ്രീം സ്കൂൾ ഗൈസ് ഇൻ മൈൻക്രാഫ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ക്രിയേറ്റീവില് നമ്മൾ ഡ്രീം സ്കൂൾ പണിയാൻ പോണ് അല്ലേ അച്ഛാ? അപ്പൊ നമ്മൾ ഡ്രീം സ്കൂളിൽ നമ്മൾ ഇന്ന് പണിയാൻ പോണ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും കൂടെ ചെയ്യണം ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഇത് കാണാനായിട്ട് അച്ഛയുണ്ട് ഗൈസ്. അപ്പം നമ്മള് അച്ഛനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിരിക്കും ഞാനിത് അവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ മൈൻക്രാഫ്റ്റ് വന്നിരിക്കുന്ന ഗൈസ്. ഇതെന്താ ഫ്ലവർ ഫോറസ്റ്റ് TM പെർഫ്യൂം, നല്ല പെർഫ്യൂം മണമായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ഈ 2 വേൾഡ് ഞാൻ സർവൈവ് ചെയ്തതാ. നിങ്ങൾക്ക് വേൾഡിന്റെ പേരൊന്നും കൊടുക്കേണ്ട ഗൈസ്. ഇത് ഞാൻ ബ്ലൂ സ്റ്റാക്സില് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല, അതുകൊണ്ടേ ഇത് ബ്ലൂ സ്റ്റാക്സ് ആയതോ കണ്ട എനിക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ വേൾഡ് നെയിം ഒന്ന് ക്രിയേറ്റ് ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ക്രിയേറ്റ് എനിവേ. ഓക്കെ, നമ്മുടെ ക്രിയേറ്റീവില് കൊടുത്തിരിക്കണ നമ്മളെ ഡ്രീം സ്കൂളിൽ നമ്മൾ പണിയാൻ പോണ എത്ര നേരം കൊണ്ട് നമ്മുടെ അതിൽ ജിമ്മ് പണിയും ഗ്രൗണ്ട് പണിയും പണിയാം. അച്ഛൻ എന്തൊക്കെ പണിയണം എന്നൊന്ന് പറഞ്ഞു, ഒരു ലൈനായിട്ടൊന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞേ നോക്കാം. എത്ര ക്ലാസ് വരെ ചെയ്യണം? 12 ക്ലാസ് വരെ ചെയ്യാം. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്രമല്ല ചെയ്ത പോലെ കുട്ടികൾക്ക് LKG-യിലൊക്കെ പോകണം. ഫസ്റ്റ് LKG. എന്തായാലും നമ്മള് വിരിഞ്ഞ് സ്ഥലമൊക്കെ വേണം. ചേട്ടാ, ഇത് മൊത്തം കാടാ ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് നല്ല സ്പേസ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കണം. കാട് പൊട്ടിക്കാൻ നല്ല പണിയാണ്. നമ്മുടെ ഒരു കൈ വല്ല ഒടിയ കാടൊക്കെ പൊട്ടിക്കാൻ നിന്നാ. ഓ ചേട്ടാ, ഇത് ഇടയിലൊക്കെ കടലും ഇതൊക്കെയാണല്ലോ കൈ. ഇത് വേറെ ഒരു നല്ല സ്പേസ് ഇല്ല ചേട്ടാ. 6 hours later. എന്ത് സ്പേസ് ഗൈസ്. നമ്മള് കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഇവിടുത്തെ നമ്മള് കൊറേ നേരം എടുത്തിട്ട് നമുക്ക് ഇനി ആദ്യം തന്നെ ഏത് ബ്ലോക്ക് വേണം? ഇതില് ഏത് ബ്ലോക്ക് എടുക്കും? ഇതിൽ നമുക്ക് വലിയൊരാളെ ഇതിലേ നമുക്ക് നമ്മുടെ പ്രോ പ്ലെയറായി ഏതെങ്കിലും ഒരു പ്രോ പ്ലെയർ ഫ്രണ്ട് എന്തെങ്കിലും നന്നായിരുന്നില്ലേ. ആദ്യം ഇതൊക്കെ ഒന്ന് പൊട്ടിക്കണ്ടേ, സ്പേസ് ഇല്ല. വേണ്ടല്ലേ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്താ അവിടെ ഗ്ലാസ് ഒക്കെ കൊണ്ട് വെള്ളത്തിൽ വീണു. ഞാൻ പോകുന്നു. ബൈ ബൈ. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ചേട്ടാ, പോയി നേരെ വെള്ളത്തിൽ വീണു. ഇതെങ്ങനെ വീണു നമ്മള് വെള്ളത്തിൽ? പറയട്ടെ, ഞാൻ അത് ബാക്കിലോട്ട് പോണു വെച്ച് നേരപ്പിളി നമ്മുടെ പൂളായി. ഇത് നല്ല ചള്ളി വെള്ളം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ മൈൻക്രാഫ്റ്റിലൊക്കെ നല്ല വൃത്തിയുള്ള വെള്ളമാണ്. ഓക്കെ, ഇത് നമുക്കിവിടെ ഇങ്ങനെ പൂക്കളൊക്കെ ഇല്ലേ ഗൈസ്, നല്ല പൊട്ടയാണ്. മൈൻക്രാഫ്റ്റിലത്തെ പൂക്കളെ ബിൽഡ് ചെയ്യാൻ പറ്റേയില്ല. ഇതൊക്കെ മൊത്തം പൊട്ടന്മാരുടെ സ്വഭാവത്തിനെ പോലെയാണ് കാണിക്കുന്നത് അല്ലേ? എനിക്ക്
പൂ ഇഷ്ടമല്ല. അതിലേതുണ്ട്, അതല്ലേ പ്രശ്നം. എനിക്ക് പൂ ഇഷ്ടമല്ല. ശരി, ഇപ്പൊ LKG പറഞ്ഞ ചെറുതല്ലേ, ആ പിന്നെ LKG നമുക്ക് മെല്ലെ അടിയിലല്ലേ ഇത് പണി. അടിയില് കുട്ടികൾ വെള്ളത്തിന്റെ അവിടെ പോകാനും പാടില്ല അല്ലെ. വെള്ളത്തിന്റെ അവിടെ ആ LKG പിള്ളേരെ ആ, നമുക്ക് സേഫ്റ്റി വേണം. കുറച്ച് സേഫ്റ്റി വേണം. ഇവിടെ നിന്ന് കുട്ടികൾ പോകില്ല. അതുകൊണ്ട് എവിടെയാണെങ്കിൽ കുട്ടികൾ പോയില്ല. സ്കൂളിലെ ഗേറ്റ് നമ്മുടെ വാച്ച്മാനൊക്കെ വെച്ചാലോ? നിക്ക് ആദ്യം വാച്ച്മാനും വെക്കാൻ പറ്റില്ല വെച്ചാ സ്കൂളിൽ കുട്ടികളെയും വെക്കാൻ പറ്റില്ല. അല്ലട്ടെ, നമുക്കേ എന്ത് ചെയ്യാൻ പറ്റില്ല. ശരി, ഇതിപ്പോ എന്താ ഞാൻ ഉണ്ടാക്കണത് കുട്ടികൾ പോവാതിരിക്കാൻ. കുട്ടികൾ നമുക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വല്ലതും ചെയ്യാം. എന്നിട്ടില്ലേ നമുക്ക് കുട്ടികളാവാം. ഓക്കെ, കുട്ടിയാവാം. നമ്മൾ ഏത് കുട്ടിയാവും? ആദ്യം LKG ബിൽഡ് ചെയ്യാം, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ഇങ്ങനെ 12ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്. ഓക്കെ, അങ്ങനെ വെച്ച് പോവാ. ആദ്യം ക്ലാസ് ഒക്കെ നന്നായിട്ട് ഒന്ന് ബിൽഡ് ചെയ്യണം. ചെയറും അത് ഇങ്ങനെ നല്ല സീറ്റൊക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്യണം. നല്ല പണിയായി. എങ്ങനെ വുഡൻ മതിയോ? എങ്ങനെ വേണം? വുഡൻ ആണോ വേണ്ടത്? കമ്പൗണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന കമ്പൗണ്ട് അല്ലാട്ടാ, സ്കൂളത്തെ പറയട്ടെ, കുട്ടികൾ പോവാതിരിക്കാനുള്ള സ്ഥലം. ശരി, മതി, ഒരു സൈഡ് മതി. ഇത് ബിൽഡ് ചെയ്യാൻ കുറച്ച് 2-3 ദിവസമൊക്കെ എടുക്കും. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നീയാ ക്രീപ്പറേ. എന്തുവാടാ അനാവശ്യം? നീ അനാവശ്യമായിട്ട് ചുമ്മാ കേറണല്ലേ. നിനക്കൊന്നും ഇവിടെ അഡ്മിഷൻ തന്നിട്ടില്ല. അപ്പൊ സോംബീസിനൊന്നും ഇവിടെ അഡ്മിഷൻ ഇല്ല. അപ്പൊ നമ്മുടെ സ്കൂളിൽ കയറുമ്പോ നിൽക്കുന്നേ പൊട്ടൻ ക്രീപ്പർ. എന്താ ശരി? വലിയ സ്ഥലം കിട്ടിയല്ലോ. ഈ പറഞ്ഞ സ്ഥലമേ ഇല്ല നമുക്ക്. എത്ര വലിയ സ്ഥലം. അതന്നെ ഇപ്പൊ ഉണ്ടാക്കുമ്പോഴേക്ക് ഒരു വകയാവും. എങ്ങനെ? അയ്യോ അച്ഛ, എന്താ അച്ഛ കാണിക്കണേ? അച്ഛ നീ കണ്ടച്ച. ഒരു മിനിറ്റ്, ഇതൊക്കെ ഒന്ന് പൊട്ടിക്കണം. ഇത് പൊട്ടിച്ചാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇത് പൊട്ടിച്ചാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് ഗ്രേറ്റ് ഫാമിലി ചലഞ്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രേറ്റ് ഫാമിലി ചലഞ്ച് മഴവിൽ മലയാളമ്മ ചാനലിൽ കാണാറുള്ളവര് ഒലിച്ചിരിയൊക്കെ കാണാറില്ലേ നിങ്ങള്? അതിൽ മഴവിൽ മലയാളമ്മയില് ഞങ്ങള് ഗ്രേറ്റ് ഫാമിലി ചലഞ്ചിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കാണാം. അത് ഞങ്ങളുടെ ഏതോ അത് വരും നമുക്ക്. മൺഡേ കഴിഞ്ഞിട്ട് നമ്മുടെ തേഴ്സ്ഡേക്ക് നമ്മുടെ വരിക. അപ്പൊ എന്തായാലും ആരും കാണാൻ മറക്കരുത് ഗൈസ്. എല്ലാവരും കണ്ട് രസിക്കുക, അടിച്ച് പൊളിക്കുക. നിങ്ങളുടെ പാരന്റ്സിനൊക്കെ പറ്റിയതാ. അതില് കാണുമ്പോ താഴെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഇല്ലേ അച്ഛാ? ഓഡീഷനൊക്കെ കൊടുക്കണം. അത് അങ്ങനെ ഓഡീഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾ പോവാം. സെലക്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല ഗൈസ്. 2 hours later. ആദ്യം നമുക്ക് പ്ലേ ഗ്രൗണ്ട് ഒക്കെ വേണം. അതില്ലാതെ എങ്ങനെ നടക്കും സ്കൂള്? രാവിലെ ആയപ്പോഴേക്കും നല്ല ഐശ്വര്യം ഉണ്ടല്ലേ നമ്മുടെ പണിയുന്ന സ്കൂള്. എല്ലാവരും അല്ലേ നടന്നു വരുമ്പോ അവിടെ അഡ്മിഷൻ എടുക്കാന്നും പറയും. കുട്ടികളെ കിടന്ന് കലിയുണ്ടാവും അല്ലേ? അമ്മമാരും അച്ഛന്മാരെയൊക്കെ ഒന്ന് കാണില്ല. ആദ്യം നമുക്ക് LKG UKG 12ാം ക്ലാസ് വരെ, LKG to 12th അത് വരെ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും നല്ല സൂപ്പർ. അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇതാ ടൈൽസ് ഉണ്ടാക്കണ്ടേ? ടൈൽസ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് നടക്കുമ്പോ കല്ല് കുത്തും. എന്തൊക്കെ നല്ല പ്രശ്നല്ലേ? അതുകൊണ്ട് ഞാൻ ടൈൽസ് ഉണ്ടാക്കുക. ടൈൽസ് ഉണ്ടാക്കിയ പിന്നെ പറയണ്ട, പേടിക്കേ വേണ്ട.
ഇനി ഇതില് കുറച്ച് ക്ലാസ്സസും നല്ല ഇതൊക്കെ ബിൽഡ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് എന്ത് ബിൽഡ് ചെയ്യണം? ക്ലാസ്സസ് ആണോ വാഷ്റൂം ആണോ? എന്ത് ബിൽഡ് ചെയ്യണം? ക്ലാസ്. ക്ലാസ് ആണ് നമുക്ക് പഠിക്കാനൊക്കെ പറ്റിയ സാധനം. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സാധനങ്ങൾ ബിൽഡ് ചെയ്യാം. നമുക്ക് ഇതേ എത്ര അളവ് വേണം? ഗ്രാസ് ഉള്ള ബിൽഡിംഗ് ഉണ്ടാക്കാലോ, ടൈൽസ് വേണമെന്നില്ലല്ലോ. അയ്യോ വെച്ചാൽ ഗ്രാസ് ഉള്ളതൊക്കെ ആണെങ്കിലേ പണിയോ പശു ഒക്കെ വരും കേറി വരും. പശു അല്ലേ നല്ലതല്ലേ? അയ്യോ വെച്ചാ പറ്റില്ല വെച്ചാ എന്റെ സ്കൂളിൽ ഒരു പശുയുടെ ചാണകം പോലും കണ്ടിട്ടില്ല. അത് സ്കൂളിന്റെ പുറത്ത് ഉള്ളിൽ ഒരു തുള്ളി ചാണകം കണ്ടിട്ടില്ല. ഉള്ളില് പശുവേ വരില്ല സ്കൂളിൽ. ഇതേ നമുക്ക് ഇത് എത്ര അളവ് വേണം? 3 അളവ്. ആ താഴെ വരിക. പിന്നെ നമുക്ക് ഇതില് 4 അളവ് അങ്ങ് എടുക്കാം. നിക്ക് ഞാൻ പറയണതേ, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കണത് ഈ മതിലില്ലേ, കമ്പൗണ്ട് ഇത് 3 നില മതിയോ അതോ 4 വേണോ? നമുക്ക് ഇതിപ്പോ സൈഡില് ഗ്രൗണ്ടും വേണ്ടേ? നമുക്ക് ആ സൈഡില് ഇവിടെ ബിൽഡിംഗ് പോലെ വെക്കാം. ആ ശരി. ഇതിപ്പോ നമ്മുടെ സ്കൂള് സൈഡില് നമുക്ക് ഗ്രൗണ്ട് വെക്കാം, പാർക്ക് എന്തെങ്കിലും വെക്കാം. ഇവിടെ ഒരു ബിൽഡിംഗ് പോലെ വെക്കാം. ഇവിടെ ചെറിയ ക്ലാസ് റൂം, വലിയ ക്ലാസ്, അങ്ങനെ ആദ്യം ചെറുതായിട്ട് നോക്കാം. പിന്നെ നമുക്ക് കുട്ടികളൊക്കെ കൂടുമ്പോ പിന്നെ വലിയ സ്കൂൾ നോക്കാം. ഇപ്പൊ LKG നോക്കാം. മേല് +2 വരെ ആദ്യം നമുക്ക് LKG അല്ലേ നോക്കണ്ട്. അച്ഛയുടെ സ്കൂളൊക്കെ റെഡിയാക്കാൻ നല്ല പാടുപെട്ടിട്ടുണ്ട് അല്ലേ? അച്ഛയുടെ സ്കൂള് വലിയ സ്കൂളല്ലേ? ഇതിന് ഇവിടെ നമുക്ക് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, അതാണ് എന്റെ ഒരു ഐഡിയ കേട്ടാ. ഇവിടെ അയൺ ബ്ലോക്ക് ബിൽഡ് ചെയ്യാം. എന്റെ ഫേവറേറ്റ് അയൺ കോളം. ഓക്കെ. അയ്യോ പോലെ പോവല്ലേ, പോയാൽ പണി കിട്ടും. അയൺ ബ്ലോക്ക് ഇതായി നടുക്ക് സെറ്റ് ആക്കാൻ നല്ല സ്കൂള് വേണ്ടത്. ഡ്രീം എന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല അയണൊക്കെ വെച്ച് നല്ല കിഡിലും സെറ്റ് ആക്കാം. പിന്നെ എൻട്രൻസ് ബിൽഡ് ചെയ്യണം. എൻട്രൻസ് ഞാൻ ബിൽഡ് ചെയ്യാം. അതിനത് ഗേറ്റ് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നല്ല കിഡിലും ബിഗ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. മൾട്ടിപ്ലെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് പേര് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടില്ലേ. മൾട്ടിപ്ലെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കളിക്കണ്ട, ഒരാൾ കൂട്ടും കട ഉണ്ടാവും. സോംബിസ് പക്ഷെ ഉള്ളിൽ കയറില്ല, ഭാഗ്യം. കണ്ടോ? പക്ഷെ നമുക്ക് ക്ലാസ് റൂം ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്യാട്ടോ. പെട്ടെന്ന് സമയം വൈകിക്കണ്ട, വേഗം ബിൽഡ് ചെയ്യാം. ഓക്കെ. ഇതിനപ്പോ ബിൽഡ് ചെയ്യാൻ എന്താ പറയട്ടെ? സ്റ്റെയർ കേസ് ഇങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ആണ് വെച്ചാ. ഇതിന്റെയൊക്കെ പ്രാക്ടീസ് പറയണം. ഇതിനൊക്കെ നല്ല പ്രാക്ടീസ് വേണം. ഇതൊക്കെ കണ്ട് ഞാൻ എന്തിൽ പ്രാക്ടീസ് ഒക്കെ പോയില്ലേ? ഞാൻ ബിൽഡ് ചെയ്തത് ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് പറഞ്ഞപ്പോഴേക്കും പോയി. ഞാൻ മറന്നിരിക്കണ കണ്ടാ. കുഴപ്പമില്ല. കുറച്ച് നേരത്തായി വരുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കി പഠിച്ചിട്ടില്ല, അതൊരു പ്രശ്നമുണ്ട്. സ്റ്റെപ്പ് ഉണ്ടാക്കി ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. സ്റ്റെയർ കേസ് ഉണ്ടാക്കണേ സൈഡില് നമുക്ക് സേഫ്റ്റി ഉണ്ടാക്കണം. കാരണം പിള്ളേരെ ഇങ്ങനെ ഓടി ഇങ്ങനെ എങ്ങാനും വീണാലോ കാലൊക്കെ ഒടിയും. നല്ല സേഫ്റ്റി ഉള്ള സ്കൂളായിരിക്കും ഇത്. അങ്ങനെ പറയുന്നത് രാത്രിയാകുമ്പളേ 8 കാലി
സ്കൂളില്. എന്റെ സ്കൂളൊക്കെ നല്ല സേഫ്റ്റിയാ, കുഴപ്പമില്ല. അതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അയ്യോ അയ്യോ അയ്യോ, എന്ത് പണിയായി. ഇതൊക്കെ. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഈ ഭാഗം പൊട്ടിയ അവിടെ എന്താ? നിങ്ങൾക്ക് നല്ല സേഫ്റ്റി വേണമല്ലോ എല്ലാ സ്കൂളിലും. താഴേക്ക് എങ്ങനെ വരും പുറത്തേക്ക്? ഇതൊക്കെ വരാലോ, കാണിച്ചില്ല. നമ്മുടെ സ്കൂളാവണം നല്ല കിഡില്. ഓക്കെ, അച്ഛൻ കാത്തിരിക്കുന്ന സ്കൂള് കഴിയാൻ. ഇതിന് അടുത്തടുത്ത എപ്പിസോഡില് കഴിയിലോട്ടത് വേഗം കഴിയില്ല. വേണ്ട, ഇനി ഗില്ലൊക്കെ ഇടണല്ലേ, ഇനി കൊറേ ഇടണം. ഏത് ഗില്ലിടും? ഇതിടാം. അതാണ് നല്ല തോന്നുന്നത്, നല്ല രസമായിട്ട്. ക്ലാസ് റൂം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിളിക്കും അല്ലേ? ഓ, ഇത് മതി. ഇപ്പൊ വാർത്ത എൻട്രി എങ്ങനെ ചെയ്യും? എൻട്രി ഒക്കെ ഞാൻ വേണേ പൊട്ടിച്ചിട്ട് ചെയ്യച്ച. അച്ഛൻ എന്താ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ കഴിയില്ല? പിന്നല്ലാതെ ബിൽഡിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിയാ. വലുതാകുമ്പളേ ചിലപ്പോ ഞാൻ എഞ്ചിനീയർ ആവും. അച്ഛൻ രാവിലെ എണീക്കുമ്പോ ഞാൻ റെഡി ആയി എഞ്ചിനീയറിൽ പോവും, എഞ്ചിനീയർ ജോലിക്ക്. പോകുമ്പോ ഇപ്പൊ ഞാനിത് ബിൽഡ് ചെയ്തോണ്ടിരിക്കണം, നമ്മുടെ സ്കൂൾ. ഇപ്പൊ ഞാൻ ചെയ്യുന്നതേ നമ്മുടെ മേലെ കുട്ടികളൊന്നും വീഴാൻ പാടില്ലല്ലോ, അതിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഗ്രൗണ്ട് അല്ലേ, സോറി ഇല്ലേ, അല്ല അതല്ല. നോ, ഗ്രൗണ്ടാണ്. ഇല്ല, ഒന്നും പോയില്ല. ഞാൻ നല്ല സേഫ്റ്റി ആയിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ട് വെക്കും. കണ്ട, ഇത് LKG കുട്ടികൾക്ക്. കുട്ടികളെ എത്തി നോക്കാണ്ടിരിക്കാനേ ഇടയില് മേലങ്ങനെ വെക്കണം. ഇത് മേലെ ബിൽഡ് ചെയ്യാനേ ചെറിയ പണി ഉണ്ടാവും. സിംഗിൾ വേണ്ട, സിംഗിളൊക്കെ ആവുമ്പളേ പ്രോ പ്ലേസിനെ പോലെ തോന്നില്ല. ഇത് ഡ്രീം വേണ്ട, സിംഗിളൊക്കെ ആവുമ്പളേ ഒരു കാര്യം ചെയ്യാം. നന്നായിട്ട് ഇത് ഡ്രീം ആവണമെന്നുണ്ടെങ്കിൽ താഴെപ്പാ അത് വേണം. എന്തിനാ പറയട്ടെ, ഡ്രീം ഔട്ട്സൈഡ് ഇടയില് ഗ്ലാസ് വെക്കാം. എന്താ ഡ്രീം ആവണ്ടേ? ഗ്ലാസ് റെഡി ആക്കണം. ഗ്ലാസ് നല്ല പ്രത്യേകത കളറിൽ വെക്കാം. ഡ്രീം ആവണം. ഞാൻ ഏത് കളറിൽ വെക്കാം? മഞ്ഞ കളറിൽ വെക്കാം. മഞ്ഞ കളർ സെറ്റപ്പ്. ബ്ലാക്ക് വെച്ച കുട്ടികൾക്ക് പെട്ടെന്ന് കാണില്ല. ഓക്കെ, ഇങ്ങനെ വെക്കാം. വെക്കാൻ നല്ല കുറച്ച് പാട് വരും. ഇങ്ങനെ വെക്കത് വെക്കടാ. അത് വെക്കാത്ത എന്താന്ന് കണ്ട, സിമ്പിള്. കണ്ട, നല്ല സിമ്പിൾ ആയിട്ട് ഞാൻ ബിൽഡ് ചെയ്യണ. ഇതാണ് ഞാൻ നല്ല പെർഫെക്റ്റിൽ ബിൽഡ് ചെയ്യും. കണ്ട, കുട്ടികൾക്കാണെങ്കിൽ പുറത്തത്തെ കാഴ്ചയും കാണാം, മേലെ ഓടിക്കളിക്കുകയും ചെയ്യാം. ഇതില്ലേ, ഞാന് ഏത് ക്ലാസ്സാറിയോ നോക്കി എടുത്തിരിക്കണേ. ഇതേ പൊട്ടില്ല, അറിയോ? ഇത് പൊട്ടില്ല. അത് പൊട്ടില്ല. കുട്ടികളെങ്ങാലും ഉന്തിട്ട് ഇങ്ങോട്ട് എങ്ങാലും വന്ന് വീണാലോ പിള്ളേര് നല്ല സ്ട്രോങ് ആ. ഇതേ ഞാനൊരു ജിമ്മന്റെ കയ്യിൽ കൊടുത്തിട്ടേ പൊട്ടിക്കാൻ പറഞ്ഞു, പൊട്ടണേയില്ല. ചവിട്ടിയിട്ടും പൊട്ടില്ല. എത്ര മതിലിട്ട് ടേന്ന് അടിച്ചിട്ടും പൊട്ടില്ല.
വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ജിമ്മിന്റെ കൊടുത്തു, പൊട്ടണില്ല. എൻട്രൻസ് റെഡിയാക്കിട്ടാ. ഇവിടെ നമ്മള് ഇതാ ഇങ്ങനെ റെഡിയാക്കും. അതിനാണ് ഞാനത് വെച്ച്. ഗ്ലാസ് മുഴുവനാക്കാം. ആയില്ല. ഗ്ലാസ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഡോർ ഇങ്ങോട്ട് വെക്കാനുണ്ട്. അതിങ്ങോട്ട് കഴിഞ്ഞാൽ ഫിനിഷ്. വൈൻഡപ്പ്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി ക്ലാസ് റൂം ഒക്കെ ബിൽഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പുറത്തുനിന്ന് നോക്കാം. സൂപ്പർ. എന്നിട്ടേ ഒരു കാര്യം ഒരു ഡൗട്ട് ഉണ്ട്. സ്റ്റെപ്പ് സൈഡ് ആയടാ അല്ലെ ഡോർ ഇപ്പുറത്ത് വെക്കും. സ്റ്റെപ്പ് സൈഡ് ഞാൻ നടുക്കന്നെ ചെയ്യണം. ഗ്രൗണ്ട് സൈഡിലായി, അതുകൊണ്ട് എൻട്രൻസും സൈഡായി. മുഴുവനും പൊട്ടിക്കണമല്ലോ. പിന്നെ മുഴുവനും പൊട്ടിക്കാതെ നമുക്ക് ഇതില് 4 റെഡിയാക്കാം. 4 സ്റ്റെയർ കേസ് മാത്രമേ വെറൈറ്റി ഇങ്ങനെ വെക്കാം. ഓക്കെ. എന്നിട്ട് സ്കൂൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ, നമുക്ക് ഒരാളും കൂടെ വിടാം. സോംബീസ് ഒന്നും അലൗഡ് അല്ല അവിടെ. ഓക്കെ, സോംബീസ് ഒന്നും അലൗഡ് അല്ല അവിടെ. അതുകൊണ്ട് നമുക്ക് ഒരാളെ ഏൽപ്പിച്ചാലോ? നമ്മുടെ അയ്യംകുളം ഏൽപ്പിക്ക. അയ്യംകുളത്തിനെ കൂടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വൈൻഡപ്പ്. ഇല്ലെങ്കിലേ നമ്മുടെ സ്കൂളിന് നമ്മുടെ സ്കൂള് സേഫ്റ്റി ആയിരിക്കില്ല. കണ്ടാ, അയ്യംകുളം നമ്മൾ രക്ഷിക്കാനുള്ള ഒരാള് അയ്യംകുളേ ഉള്ളൂ നമ്മുടെ ഒരാള്. പിന്നെ ഇവിടെ നടുക്കത്തത് ബ്ലോക്ക് ഒക്കെ പൊട്ടിക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ അയ്യംകുളം കൂടെ കഴിഞ്ഞാൽ വൈൻഡപ്പ്. ഓക്കെ, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റെപ്പ് തുറന്നു. കുട്ടികൾക്ക് എന്റെ ക്ലാസ് സേഫ്റ്റി ആണ്. നമുക്ക് കുറച്ച് അയ്യംകുളത്തിനെ ഏൽപ്പിക്കാൻ നല്ല കിട്ടില്ലേന്ന് സാധനം. അയ്യംകുളം വെള്ളത്തിലൊന്നും വീഴരുത്. അയ്യംകുളത്തിന് ബുദ്ധിയില്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല. അയ്യംകുളത്തിന് നല്ല ബുദ്ധിയുണ്ട്. അയ്യംകുളത്തിനെ ഏൽപ്പിക്കാൻ നേരെ താഴെ പോയാൽ നമുക്ക് എക്സ് ഉണ്ടാവും. എഗ്ഗില് അയ്യംകുളം അയ്യംകുളം അച്ഛാ. അയ്യംകുളം വെച്ചാ എന്താ ഗുണം പറ? സോംബീസിനെ കൊല്ലും. പ്രൊട്ടക്റ്റ് ആണ്, സെക്യൂരിറ്റി. നമ്മുടെ സെക്യൂരിറ്റി കാണാൻ കുറച്ചെണ്ണത്തിന് വിടാം. അതും വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. കുറെ എണ്ണത്തിന് വിടണം. എന്താ ഇവിടെ ഇങ്ങനെ വിടാം. കുറച്ച് നിരത്തി പിടിച്ചു വിടാം. സ്കൂൾ നല്ല പ്രൊട്ടക്റ്റ്. കുട്ടികളൊന്നും ചെയ്യില്ല, പാവം കുട്ടികളെ. ഓക്കെ, ഇത്ര അയ്യംകുളം മതി. ആരും കൊല്ലത്ത്. നമുക്കേ ഒരു കാര്യം ചെയ്യണം. സ്കൂളില് നമുക്ക് സൈഡിലായിട്ടേ കുറച്ച് ചെസ്റ്റില് കുറച്ച് അയൺസ് വെക്കണം. അയൺ ബ്ലോക്ക് അല്ല, അയൺ മാത്രം. കാരണം എന്ന് വെച്ചാല് അയ്യംകുളത്തിന് നല്ല ഫൈറ്റ് ഒക്കെ കൊണ്ട് അയ്യംകുളം ചാവാൻ നിൽക്കുമ്പോഴേ, അയ്യംകുളം ഇവിടെ ഒരു അലയില്ലേ, അതിങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴേ അയ്യംകുളം ചാവും. അതുകൊണ്ട് നമുക്ക് അയൺ എടുത്തു കൊടുത്താലേ അയ്യംകുളം ഓക്കെ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അയൺ എടുത്തിട്ട് ഒരു ചെസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിപ്പോ എല്ലാം കളയാം. ഇപ്പൊ നമുക്ക് കൊറേ അയൺ, ഇതേപോലത്തെ അയണൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. നല്ല രസമുണ്ടാവും. എല്ലാം കളയാം. എന്നിട്ട് വേണ്ട എല്ലാം എടുത്ത് ഇവിടെ വെക്കാം. വേണ്ട അയൺ എല്ലാം. ഇത് വെറും അയൺ. ഇത് അയൺ ഇങ്ങോട്ട്. ഇത് അയൺ നഗറ്റ്. ഇത് അയൺ നഗറ്റ്. ഇത് അയൺ ഇങ്ങോട്ട്. ഓക്കെ, ഇത്രയും നമുക്കുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ
ഇത് ചെസ്റ്റ് റാപ്പിഡ് ചെസ്റ്റ് കണ്ട നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ട് ഡ്രീം അല്ലേ നമുക്ക് നമുക്ക് സ്പെഷ്യൽ ചെസ്റ്റ് വെക്കും. ഓക്കെ റെഡി. അയൺ കുളത്തിനൊക്കെ നല്ല ധാരാളം ഈ അയണൊക്കെ കണ്ട സെറ്റ്. എന്റെ മോനെ നമ്മള് രാവിലെ ആവുമ്പോഴേക്ക് സോംബിയൊക്കെ ഇല്ലേ എന്തല്ലോ ചെയ്യാ സോംബിയൊക്കെ നോക്കുമ്പോ ഇവിടെ ഒരൊറ്റ സോംബി ഇല്ലല്ലോ. കൊന്നോ നമ്മള് കണ്ട ഇവിടെ ചെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ചെസ്റ്റിലും മൊത്തം നമ്മുടെ സാധനമായിരിക്കും. എന്ത് സാധനം കുട്ടികളില്ലേ ചിലപ്പോ ഇതിങ്ങനെ എയറിൽ നിക്കണെന്നും പറഞ്ഞ് സംശയിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്നിട്ടേ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം, ഇത് നമുക്ക് കുറച്ച് ബ്രിക്സ് എടുക്കാം. ബ്രിക്സ് വേണം. കണ്ടാ ബുദ്ധിയുണ്ടല്ലോ. നല്ല ബുദ്ധിയുണ്ട്. ഇത് ബ്രിക്സ് ഇല്ലെങ്കിലേ അതെന്താ എയറിൽ ചോദിക്കും കുട്ടികളെ. നോക്കിയടാ ഇത് എന്താ പവർ സ്കൂളാ. അയ്യോ ഓടിക്കോ. എല്ലാവരും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഓടും സ്കൂളിൽ നിന്ന്. എന്നിട്ട് നമ്മളെ വിളിച്ചു ചോദിക്കും. എന്നിട്ട് ഏട്ടാ കുട്ടികളൊക്കെ നോക്കി നന്നായിട്ട് സംശയിക്കണം നോക്ക് അങ്ങനെ പറഞ്ഞോണ്ട് കണ്ടാ ഇതിപ്പോ ഇത് നല്ല സ്റ്റാൻഡിൽ നല്ല സ്റ്റേറ്റിൽ വെച്ചിരിക്കണം വിചാരിക്കും. ബ്രിക്സ് ഉണ്ട്. ഓ അപ്പൊ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കടാ നല്ല കിഡിലും സ്കൂളും നമ്മൾ വിചാരിക്കും. ഞാൻ ഇവിടെ ഇല്ലേ നല്ല കിഡിലും സാധനമൊക്കെ വെക്കട്ടാ. എനിക്ക് നെക്സ്റ്റ് എപ്പിസോഡില് ബാക്കി ചെയ്യാം. ക്ലാസ് റൂം ഇതൊക്കെ 8 മക്കളുടെ ഗ്രൗണ്ട് ഒക്കെ നല്ല വലുതാ. ഇപ്പൊ തന്നെ ചെയ്യുമ്പോഴേക്ക് 2-3 മണിക്കൂറാണ്. നമുക്ക് ഇപ്പളേ 54 1 മണിക്കൂറ്. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വന്നപ്പോഴാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഡു ലൈക്ക് സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോട്ടോ 9K ആണ്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് 9K അടുപ്പിക്കുക. അപ്പൊ എന്തായാലും